ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നതാ ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഈവനിങ് വ്ളോഗാണ്. ഞാനിത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആയിട്ടുണ്ട്. അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് നെയിം സ്ലിപ്പ് കട്ട് ചെയ്യാനും അത് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ മടി പിടിച്ചിരുന്നപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു എല്ലാ കാര്യങ്ങളും കുറച്ച് പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ അങ്ങനെ എടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ വീഡിയോ. അല്ലാണ്ട് ഇന്ന് ഈ ഒരു ഈവനിങ് വ്ളോഗ് ഞാൻ പ്ലാൻ ചെയ്തതല്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ ഈ വീഡിയോ ഷൂട്ടിങ് എനിക്ക് ഹെൽപ്പ് ചെയ്യലുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ അവിടെ ഓൺ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാനും അതുപോലെ കുറച്ചുകൂടി എന്താ പറയുക ആക്റ്റീവായിട്ട് നിൽക്കാനൊക്കെ എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു ഈവനിങ് വ്ളോഗ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് 2 സെറ്റ് നെയിം സ്ലിപ്പ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലാണുള്ളത്, കരുവന്തിരുത്തിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് സ്പേസോ സ്റ്റഡി ടേബിളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ നിലത്തിരുന്നിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അതൊരു ബോക്സിലാക്കി വെച്ചിട്ട് ഗമ്മും അതുപോലെ സിസേഴ്സൊക്കെ എടുത്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. മേലെ എൻ്റെ റൂമിൽ ഇരുന്നിട്ടായിരുന്നു കട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതേ താഴെ വന്ന് ബോക്സ് പ്രിപ്പയർ ചെയ്യണം. അത് പാക്ക് ചെയ്യാനുള്ള ഈ 2 നെയിം സ്ലിപ്പും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബോക്സാണ് എനിക്ക് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഇത് ബോക്സ് ഉണ്ടാക്കി വെച്ചതൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച അന്ന് ഞാനൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ബോക്സിന് വേണ്ടിയിട്ട് പേപ്പേഴ്സ് ഒരുപാട് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് 2 ബോക്സ് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. ഈ 2 ബോക്സും കുറച്ച് സൈസ് കൂടുതലാണ് കേട്ടോ. ഇത് ഞാൻ ആ ചാർട്ട് പേപ്പറിൻ്റെ സൈഡിൽ കുറച്ച് വീതി കൂടിയ സ്പേസ് ഉണ്ടായപ്പോൾ അവിടുന്ന് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 2 പീസസാണ്. ഇത് ഞാൻ നെയിം സ്ലിപ്പ് അല്ലാണ്ട് പോളറോയിഡ്സോ അങ്ങനെ എന്തെങ്കിലും പാക്ക് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നെയിം സ്ലിപ്പ് പാക്ക് ചെയ്യാനുള്ള മറ്റ് കട്ട് ചെയ്ത ചെറുതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതേ ഞാൻ അതൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ബോക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് 2 ബോക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ വേസ്റ്റൊക്കെ അപ്പം തന്നെ പെറുക്കി കളഞ്ഞാൽ നമുക്കൊരു ഭാരം കുറഞ്ഞ പോലെ തോന്നും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച്. എനിക്കെന്തോ ഹോട്ട് കോഫീനോട് അത്ര താല്പര്യമില്ല. എപ്പോഴും ഞാൻ കോൾഡ് കോഫിയാണ് കേട്ടോ കുടിക്കാറ്. ഭയങ്കര ഐസ് അല്ലെങ്കിലും നേരിയൊരു തണുപ്പെങ്കിലും വേണം. എനിക്കെന്തോ ഹോട്ട് കോഫി അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാനിതാ കോഫി പൗഡറും പഞ്ചസാരയും കൂടി നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രീമി ടെക്സ്ചർ വന്നപ്പോൾ ഐസും അതിലേക്ക് മിൽക്കും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ കോൾഡ് കോഫി തട്ടിക്കൂട്ടാണെങ്കിലും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കോൾഡ് കോഫി കുടിക്കാൻ. അങ്ങനെ അത് പ്രിപ്പയർ ചെയ്തിട്ട് ഞാനിത് എൻ്റെ ഡയറിയൊക്കെ എടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഡയറി 2020 ഡയറിയാണ്. പക്ഷേ കുഴപ്പമില്ല, കാരണം ഞാനിത് ഡയറി എഴുതാനല്ല യൂസ് ചെയ്യൽ. ഞാനെൻ്റെ മറ്റ് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡയറിയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഒരു ഓർഡർ പുതിയത് വന്നത് റെക്കോർഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഹിൽബേബിയും ആദുമോനും അവിടെ നല്ല കളിയാണ് കേട്ടോ. 2 കാറ് വെച്ചിട്ട് വെക്കേഷനായിട്ട് ഭയങ്കര ബോറിംഗ് ആയിരുന്നു അവർക്ക്. പിന്നെ ഇപ്പോൾ അനിയത്തി വന്നപ്പോൾ കുറച്ച് കാറും ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് അതുമലാണ് ഫുൾ ടൈം ആ ഒരു ടോയ്സ് വെച്ച് കളിയിലാണ്. അങ്ങനെ ഇതേ ഞാൻ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർഡർ വന്നത് മാത്രമല്ല, പിന്നെ കുറച്ച് ഇങ്ങനെ തോട്ട്സൊക്കെ മൈൻഡിൽ റാൻഡം തോട്ട്സൊക്കെ വരുമ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അതിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. അതപ്പോൾ നമുക്ക് പിന്നീട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പം ഈ ബുക്ക് ഇങ്ങനെ മറച്ച് നോക്കുമ്പം ഒരുപാട് ഐഡിയാസൊക്കെ കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതേ ഹിൽബേബിക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കൊടുക്കുകയാണ്. കളറിങ്ങും അതുപോലെ ലെറ്റേഴ്സ് എഴുതാനും ഒക്കെ ആയിട്ടുള്ള. ഇത് ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കിൻ്റെ ഒരു സെറ്റ് കണ്ടപ്പോൾ മേടിച്ചതാണ്. 5-6 ബുക്കിൻ്റെ ഒരു സെറ്റ് 600 സംതിങ്ങോ അങ്ങനെ എന്തോ ആയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ. ഇതിൽ ഇംഗ്ലീഷ് ഉണ്ട്, അറബിക് ഉണ്ട്, പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പസിൽ, പിന്നെ ഒരു സ്റ്റോറി ബുക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം കൂടി മെയിനായിട്ടും ഇസ്ലാമിക് തോട്ട്സ് വരുന്നൊരു ബുക്കാണ് കേട്ടോ. ഇസ്ലാമിക് സ്റ്റോറീസും ഒക്കെ വരുന്ന ഒരു ബുക്കാണ്. ബുക്ക് സെറ്റാണ്, ബുക്കല്ല ബുക്കിൻ്റെ സെറ്റാണ്. ആ മൊത്തത്തിലൊരു ഇസ്ലാമിക് ബേസിൽ വരുന്ന അറബിക്കും എല്ലാം കൂടി ഇൻക്ലൂഡായിട്ട് വരുന്ന ഒരു ബുക്കിൻ്റെ സെറ്റായിരുന്നു. അങ്ങനെ അതിൽ എഴുതാൻ പറയുമ്പം കുറച്ചായല്ലോ ഇപ്പോൾ വെക്കേഷനായിട്ട് എഴുതിയിട്ടൊക്കെ. അപ്പം ഇങ്ങനെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ സോപ്പിട്ട് സംസാരിച്ച് അങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ ആയിട്ട് അങ്ങനെ എഴുതുന്നുണ്ട്. കാരണം തീരെ നമ്മൾ റിവൈസ് ചെയ്യാഞ്ഞാൽ മക്കൾ കാര്യങ്ങളൊക്കെ മറന്നു പോകുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുമ്പം അവർക്ക് അതൊരു റിവൈസ് ചെയ്യലും ആവും, പിന്നെ അവർക്ക് വെക്കേഷൻ ഒന്ന് കളർഫുൾ ആക്കാനും പറ്റും. അങ്ങനത്തെ അവന് എഴുത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് കളറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുമില്ല. ഇത്ര കാര്യങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.